അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയല്ല വന്നത് എന്ന് നമ്മളിൽ ഭൂരിഭാഗം കേരളത്തിലുള്ള ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട്. പേട്ടൻ പേട്ടന്റെ വഴിക്ക് കാര്യങ്ങളൊക്കെ മൂവിയുടെ റിലീസ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നു. അതങ്ങനെ പോകട്ടെ. അപ്പൊ നമ്മള് എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിജീവിത അപ്പീലിന് പോകുകയോ ഇല്ല എന്നുള്ളത് വളരെ സംശയം ആയിട്ട് നമുക്ക് നിന്നൊരു കാര്യമാണ്. പുള്ളിക്കാരി ഇനി എന്താ പറയാ അപ്പീലിന് പോകില്ല, ഇതോടുകൂടി മനസ്സും മടുത്ത് മരവിച്ചിട്ട് ഇതോടുകൂടി പരിപാടി നിർത്തുമെന്നൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരുടെ പോസ്റ്റുകളിൽ നിന്ന് ഒരു അപ്പീലിന് പോകുന്നതിനെ പറ്റി ഒരു വ്യക്തത നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമൊക്കെ എന്താ പറയാ ഒരു നീതി കിട്ടിയിട്ടില്ല കോടതിയിൽ നിന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ വളരെയധികം വിഷമം തോന്നി. അപ്പൊ ഇനിയൊരു ഒരു അപ്പീലിന് വേണ്ടി പുള്ളിക്കാരി പോവില്ല, ഇതോടുകൂടി മനസ്സും മടുത്ത് നിർത്തുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറം പുള്ളിക്കാരിയുടെ സുഹൃത്തുക്കളായ മഞ്ജു വാര്യര് അങ്ങനെ മറ്റുള്ളവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമായ വിധിയല്ല, അപ്പൊ ഇന്നും അവളോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ ചില സൂചനകളൊക്കെ അപ്പീലിന് പോകുന്ന രീതിയിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും പുള്ളിക്കാരിയുടെ അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്കും ഒരു സംശയമായിരുന്നു സംഭവം പോകുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഏതൊരു അറ്റം വരെ പോയിട്ടാണെങ്കിലും. ഇപ്പൊ നമുക്ക് ഭൂരിഭാഗം കമന്റുകൾ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഇപ്പൊ മേൽക്കോടതികളിലേക്കൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ പണച്ചെലവ് വരും. അപ്പൊ പൈസ ഇല്ലാന്നുകൊണ്ടാണ്, പൈസ പോലും പിരിച്ചു കൊടുത്തു പോലും ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകണം, ശിക്ഷ വാങ്ങി പേട്ടന് കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഒരു അപ്പീലിന് വേണ്ടി പോകണം എന്നുള്ള കാര്യം. പക്ഷെ പുള്ളിക്കാരി ഒരു വ്യക്തത അതിൽ വരാത്തത് കൊണ്ടാണ്, അതൊന്നും പറയാത്തത് കൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി സംശയം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇന്ന് അതിനൊരു വ്യക്തത വന്നിട്ടുണ്ട്. ഇന്ന് എന്താണെങ്കിലും ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അനുസരിച്ച് മുഖ്യമന്ത്രിയെ കണ്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് പ്രത്യക്ഷത്തിൽ എന്താണെങ്കിലും മുഖ്യമന്ത്രി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഹൈക്കോടതിയിൽ അപ്പീലിന് വേണ്ടി പോകാൻ പോവുകയാണ് എന്നത്. അപ്പോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിക്കാരിക്ക് വലിയൊരു ഊർജം പകർന്നിട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്താണെങ്കിലും ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും നീതി നേടിയെടുക്കാനായിട്ട് പുള്ളിക്കാരിയെ സഹായിക്കുമെന്നൊക്കെ മുഖ്യമന്ത്രി വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്ത വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഇന്നും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. പേട്ടൻ അങ്ങനെ നിസ്സാരമായി രക്ഷപ്പെട്ടു എന്നൊന്നും വിചാരിക്കേണ്ട. പേട്ടന്റെ പടം റിലീസ് ആവുന്നുണ്ട്. അപ്പം 8 നിലയിൽ പൊട്ടും എന്നുള്ളത് വേറൊരു സത്യം. എന്താണെങ്കിലും അതില് ലാലേട്ടനും പോയി തലവെച്ച് കൊടുത്തിട്ടുണ്ട്. പുള്ളി അല്ലേലും അങ്ങനെ തന്നെയാണല്ലോ. അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പൈസ തന്നെയാണ് മുഖ്യം ബിഗിലെ എന്നാ എനിക്ക് പറയാനുള്ളത്. പൈസ വേണം മുഖ്യം ബിഗിലെ. അപ്പൊ എന്താണെങ്കിലും എന്താ പറയാ, എന്തായാലും അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. എന്താണെങ്കിലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും ഊരിപ്പോകാന്ന് പേട്ടനും പേട്ടന്റെ ഫാൻസുകളൊന്നും വിചാരിക്കേണ്ട. അതൊന്നും നടപടിയാവില്ല. ശിക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കാതെ ഈ ഭൂമി വിട്ടു പോകാമെന്ന് പേട്ടനും പേട്ടന്റെ മക്കളും ആരും വിചാരിക്കണ്ട. എന്താണെങ്കിലും അപ്പീലിന് പോകട്ടെ. അവിടെ പേട്ടനുള്ള വിധി ഉണ്ടാവുന്ന പ്രത്യാശയോടെയാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. എന്താണെങ്കിലും കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുകളായി വരാം. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനെ കാത്തിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.